ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫേക്ക് മുല്ലപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓണമൊക്കെ അല്ലേ വന്നത്, അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ മുല്ലപ്പൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു ബോക്സിൽ നിന്ന് ആകെ 5 ടിഷ്യൂ പേപ്പർ മാത്രമേ ഞാൻ ഇത്ര മുല്ലപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. കുഞ്ഞായതുകൊണ്ട് അധികം വേണ്ടി വന്നിട്ടില്ല, എന്നാലും ഇത്ര ഉണ്ടാക്കാൻ എനിക്ക് ആകെ 5 ടിഷ്യൂ പേപ്പർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുല്ലപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് രണ്ടാക്കി മടക്കി ഒന്നുകൂടി രണ്ടാക്കി മടക്കി എടുക്കണം. ഇനി അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കത്രി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചെറുതാക്കി മടക്കിയിട്ട് 2 അറ്റവും പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഓരോ പേപ്പേഴ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഇനി ഈ പൂക്കളുടെ സെൻറ്ററിലായിട്ട് ഞാൻ ഗ്രീൻ കളറും കൂടി കൊടുക്കാനുണ്ട്. അത് ഫിംഗർ ടിപ്പിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ ആകെ 5 ടിഷ്യൂ പേപ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പേപ്പർ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു നൂലെടുത്തിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറാണെന്നൊന്നും പറയില്ല, ഒറിജിനൽ പൂവായിട്ട് തന്നെ തോന്നുള്ളൂ. ഇനി ഇതിന് നീളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്